വലിയൊരു ഭീഷണി ഒഴിഞ്ഞു പോയെങ്കിലും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ നിലപാട് ഉറപ്പിക്കുന്നത്. ഇനി യുദ്ധമന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ഗാലന്റും ഗാറ്റ്സും ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണം ഇതിന്റെ സൂചന തന്നെയായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ഒരു പരസ്യ പ്രചാരണം. ഇക്കാര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്തിമ തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന നിലയിലായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ ഔദ്യോഗിക വക്താവായ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയുടെ പ്രതികരണം നടന്നിരുന്നത്. നിലവിൽ ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷവും നടന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതിരിക്കുന്നത്. ഇനി ഇറാനുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷങ്ങൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെ കൂടുതൽ മോശമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഗാസയിൽ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതായി ഇസ്രയേൽ ചാര സംഘടനയായ മസീദ് പറഞ്ഞിരുന്നു.